മോഹൻലാൽ അല്ലാതെ മറ്റൊരു പ്രമുഖ നടന്റെ പേരും കൂടി ക്യാമിയോയിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്. എന്ന ഇൻഡസ്ട്രീറ്റിന് ശേഷം ജൂഡ് സംവിധാനം ചെയ്ത സിനിമ, അത് വിസ്മയ തുടക്കം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം സിനിമ വിസ്മയ മോഹൻലാലിന്റെ ഫസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഡെബ്യൂട്ട് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ മെയിൻ അട്രാക്ഷൻ. കാരണം എന്താ പറയാ, ഫാമിലിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് സിനിമയിൽ വരുന്നു. ഇവര് എപ്പോഴാണ് സിനിമയിൽ വരിക, ഇവര് സിനിമയിൽ വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം ഇവര് ബുക്ക് എഴുതിയിട്ട് ട്രാവൽ ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നടക്കുകയായിരുന്നു. അധികം കേരളത്തിൽ തന്നെ ഇല്ലാത്തൊരാൾ. അപ്പൊ അവര് ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഇതായിരുന്നു. പിന്നെ ജൂഡിന്റെ സിനിമ, ജൂഡും ലാലേട്ടനും കൂടി സിനിമ വരും എന്നുള്ളൊരു പറഞ്ഞപ്പോഴായിരുന്നു പെട്ടെന്ന് തോന്നുന്നു. പിന്നെ പോരാ തന്നെ ആശീർവാദ്, ഇവരെ ഹോം പ്രൊഡക്ഷൻ സാധനം. അതും ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ് സിനിമയിൽ മെയിൻ ലീഡായിട്ട് വരുന്നത്. ആശീർവാദിനെ പോലെ വലിയൊരു പ്രൊഡക്ഷൻ ടീം ചെറിയൊരു സിനിമ ചെയ്യുന്ന സമയത്തും അവർ ബെസ്റ്റ് എന്ന തരത്തിലുള്ള ഒരു ക്രൂവിനെയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പടത്തിന്റെ ക്വാളിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിലറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ എടുത്ത് പറയണം തോന്നിയൊരു കാര്യം, സായ് കുമാറിന്റെ സോങ്ങിനകത്ത് ചെറിയൊരു പോർഷൻ ഡി-ഏജിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൾ പ്രൊഡക്ഷൻ ഹൗസ് എടുത്തത് നന്നായിട്ട് തോന്നി. പ്രണവ് മോഹൻലാലിന് ആദ്യം നല്ലൊരു ലോഞ്ച് ആയിരുന്നു. അതുപോലെ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഗംഭീരാവട്ടെ. 2018 ശേഷം വരുന്ന ജൂഡിന്റെ സിനിമയാണ്. കാരണം ഇതിന്റെ ഇടയിൽ ശിവകാർത്തികനൊപ്പം ഒരു സിനിമ, ആയുഷ്മാനൊപ്പം ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. മോഹൻലാലിന്റെ ഒരു കോളാണ് അദ്ദേഹത്തെ ഈ സിനിമയിൽ എത്തിച്ചത്. അപ്പൊ ജൂഡിന്റെ അടുത്ത സിനിമ 2018 ശേഷം വരുന്ന സിനിമ എന്നുള്ളത് അതിനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൽ റൈറ്റിംഗിൽ ജൂഡ് ഉൾപ്പെടെ ലിനീഷ് നെല്ലിക്കലിനും അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി റൈറ്റിംഗിൽ കാണുന്നുണ്ട്. രണ്ടും പുതുമുഖങ്ങളാണ്. സിനിമയുടെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ വിസ്മയ തുടക്കം തന്നെ പറഞ്ഞു തുടങ്ങാം. കാരണം വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അവരുടെ കൂടെ തന്നെ നമ്മുടെ ആശിഷ് ആന്റണി, പുള്ളിക്കാരൻ നമ്മൾ എംബ്രാനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ വിസ്മയ അതുപോലെ തന്നെ ആശിഷും കംപ്ലീറ്റ് റോള് വരുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ലാലേട്ടന്റെ ക്യാമിയോ ആണ്. ഈ സിനിമേനെ മാർക്കറ്റ് ചെയ്തത്, ഈ സിനിമയുടെ കംപ്ലീറ്റ് ബിസിനസ്സും പുള്ളിക്കാരനാണുള്ളത്. അതുപോലെ തന്നെ വിസ്മയ അല്ലാണ്ട് നമുക്ക് ഇതിൽ ചിപ്പി, അതുപോലെ തന്നെ മിയ ബരനൊക്കെ നമുക്ക് ലേഡി കാസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള സായ് കുമാർ, മനോജ് ഗേജൻ, ഇവരൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചായി. അപ്പൊ ഇവർ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെ, ബോബി കുര്യനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിനൊക്കെ ഒരു മുഴുനീള വില്ലൻ റോളായിട്ട് കാണിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം എന്ന് വിചാരിക്കുന്നു. ഇതൊരു കംപ്ലീറ്റ് ഫീൽ ഗുഡ് പടം അല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യം കാണിച്ച പ്രൊമോ സോങ് മാതിരിയല്ല. ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ ഇത് കുറച്ച് ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനൊത്ത തരത്തിലുള്ള സ്റ്റണ്ട് വർക്ക് ഇതിലുണ്ട് എന്നുള്ളത് ഇതിന്റെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള യാനിക് ബെന്നിന്റെയും സ്റ്റണ്ട്സിലൂടെയും പേര് തെളിയിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും വർക്ക് ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭൂരിഭാഗം എല്ലാ സിനി ഫൈൽസിന്റെയും ഫേവററ്റ് ആയിട്ടുള്ള സിനിമോട്ടോഗ്രാഫേഴ്സാണ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ജോമോണ്ടി ജോണും അഖിൽ ജോർജും അതുപോലെ അഡീഷണൽ സിനിമോട്ടോഗ്രാഫറായിട്ട് നമ്മുടെ സുദീപ് ഇളമനാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഇതിൽ സുദീപും അതുപോലെ തന്നെ ജോമോണ്ടി ജോണും ആദ്യമായിട്ടാണ് ജൂഡിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. അഖിൽ ജോർജ് ഇതിനു മുമ്പത്തെ ഇൻഡസ്ട്രീറ്റ് ആയിട്ടുള്ള 2018 വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ വന്നിടത്തോളം വിഷ്വൽസിനും കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അത് ട്രെയിലറും ഫസ്റ്റ് സിംഗിളും കണ്ട സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂഡും ജെയ്ക്സും തമ്മിൽ കൊളാബ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഫിലിമാണ് ഈ തുടക്കം. അതുപോലെ ഓണത്തിന് വരുന്ന 3 സിനിമകളിൽ 2 ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു സിനിമ എന്നുള്ളതാണെങ്കിലും ഓണത്തിന് 2 ആഴ്ച മുന്നെയാണ് വരുന്നത്. ഓണത്തിന് വരുന്ന 2 സിനിമ, ഈ സിനിമ ഉൾപ്പെടെ എഡിറ്റിംഗ് വർക്ക് ചമന്റെ പേരിലാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മലയാള സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ്. ലോകം മുതലുള്ള വലിയ സിനിമകളും ഇതിൽ അയാം ഗെയിം, ഖലീഫ, ഈ സിനിമ തുടക്കം ഉൾപ്പെടെയുള്ള വർക്കുകൾ ചമനാണ് ചെയ്യുന്നത്. അപ്പോൾ ലീഡിങ് ആയിട്ടുള്ളൊരു എഡിറ്ററായിട്ട് കയറി വരികയാണ് ചമൻ. സിനിമയുടെ ഫസ്റ്റ് വീഡിയോ സോങ് പുറത്തു വന്നപ്പോൾ തന്നെ ഇതൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള തരത്തിലുള്ള സോങ് അവതരിപ്പിച്ചു. ആ ക്യാരക്ടർ എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള നേരത്തിൽ അഭിനയിച്ചു. അപ്പൊ പക്ഷെ ഈ സിനിമ ഫുള്ളി ഒരു ഫീൽ ഗുഡ് പടമല്ല. വന്നപ്പോ തന്നെ ടൈറ്റില് കയ്യിന്റെ ഇങ്ങനെ ഒരു കയ്യിന്റെതും ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിസ്മയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അവര് മുഴുത്തായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവര് അങ്ങനത്തെ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. സർട്ടിഫിക്കേഷൻ വന്ന സമയത്ത് UA 60+ ഒരു ഫീൽ ഗുഡ് ഫാമിലി പടം വരുന്നില്ല. പിന്നെ പോരാത്തതിന് ഇതിന്റെ ട്രെയിലർ വന്നോടുകൂടി കംപ്ലീറ്റ് അത് നമുക്ക് ഉറപ്പായി. കാരണം ഒരുപാട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്റെ സ്റ്റൺസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ 2 പേരുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ യാനിക് ബെന്നും സ്റ്റൺസിൽ എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി ആവുമ്പോ ഇതൊരു കംപ്ലീറ്റ് ഫീൽ ഗുഡ് പടം അല്ല. പിന്നെ ക്ലൈമാക്സ് ഇതിലെടുത്ത് പറയേണ്ടത് അതെ മോഹൻലാലിന്റെ ക്യാമിയോ.
അതിപ്പോ മോഹൻലാലിന്റെ ക്യാമിയോ എന്ന് പറയുമ്പോൾ കാസ്റ്റിൽ മോഹൻലാലിന്റെ പേര് ഒരു പോലീസ് ഓഫീസറുടെ രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മോഹൻലാൽ അല്ലാതെ മറ്റൊരു പ്രമുഖ നടന്റെ പേരും കൂടി ക്യാമിയോയിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അത് സർപ്രൈസ് ആയിട്ട് തന്നെ ആയിരിക്കും.